എല്ലാവർക്കും നമസ്കാരം. നമ്മളങ്ങനെ ഇപ്പം ഈ ഒരു വഴി പറഞ്ഞാൽ അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മളെ കട്ടപ്പനയിൽ ഇങ്ങോട്ട് നരിയമ്പാറയിൽ നിന്ന് ഇങ്ങോട്ട് കയറി മേലത്ത് നരിയമ്പാറയൊക്കെ വരുന്ന വഴിയാണ്. ഇവിടുത്തെ പറ്റിയൊക്കെ അറിയുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും. അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ചെറിയ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ഞാൻ പോവാം. പിന്നെ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇനി മുകളിലോട്ട് പോയാൽ നമുക്ക് ഈ മേപ്പാറ, സ്വർണ്ണവിലാസം, പിന്നെ അവിടെ നിന്ന് കൽത്തൊട്ടി ആ ഭാഗത്തോട്ടൊക്കെ പോകുന്ന ഒരു ഇടുക്കിയിലൊരു ഉള്ള ഏരിയ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് അതിൻ്റെ കുറേ കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാവേ. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഒരു കുളമുണ്ട് കേട്ടോ. നേരത്തെ ഇവിടെയൊക്കെ നല്ല വിസിബിളായിട്ട് അത് കിട്ടുമായിരുന്നേ, പക്ഷെ ഇപ്പോൾ അത് അധികം കിട്ടുന്നില്ല. നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാം. വലിയൊരു കുളം, കുറച്ച് നെഗറ്റീവ് ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നത്. പണ്ടൊക്കെ നമ്മൾ മുകളിലൊക്കെ ഉത്സവ പരിപാടിക്കൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് വരുമ്പോഴല്ലോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ചെറിയ പേടി പോലെയൊക്കെ ആവും ഉണ്ടോ. പക്ഷെ ഒന്നും കഴിക്കാനല്ല, നല്ലൊരു കുളമാണ്. ഇതിനകത്ത് കുറേ മീനുകളൊക്കെ ഉണ്ട്. തീറ്റയൊന്നും കൊടുക്കാനില്ല, പക്ഷേ ഇതിന് പണ്ടവൻ ആഴമുണ്ട് കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, ഒരു 3-4 ആഴമുള്ളൊരു കുളമായത്. ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നവർക്കൊക്കെ അറിയാവേ. ഇതിൽ കാണാൻ നല്ല രസമുണ്ട്. ചെറിയൊരു ബോട്ടിങ്ങും പരിപാടിയൊക്കെ നടത്താൻ പറ്റിയ പോലത്തെ ഒരു പരിപാടിയുണ്ട് കണ്ടാലേ. ഒരു പിക്നിക് സ്പോട്ടൊക്കെ ആയിട്ടേ. അതിനുള്ള സുരക്ഷാ സംവിധാനമൊക്കെ ചെയ്താൽ ഇവിടെ ഈ വൈകിട്ടൊക്കെ നമ്മൾ വരുമ്പോൾ ഒറ്റയ്ക്കൊക്കെ വരുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകാനുള്ള കാരണം എന്നാണെന്നറിയോ. ഇവിടെ ഇങ്ങനെ ഒരു വിജനമായ സ്ഥലം. ഈ മുകളിലൊരു വീടാണ് മെയിനായിട്ട് നമുക്ക് കാണാനുള്ളത്. പിന്നെ ഈ സൈഡിലൊന്നും വീടുകളൊന്നുമില്ല. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഒരു വളവിലെത്തുമ്പോൾ നമുക്കൊരു ചെറിയ ഭീതി പോലെയൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള പിള്ളേർക്കൊന്നും അങ്ങനെ ഇല്ലല്ലോ. എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ എന്തോ പോലെ. ഈ ഒരു സൈഡിൽ ഇങ്ങനെയാണ് കുളം വരുന്നത്. ഇവിടുന്ന് കുളം നമുക്ക് അങ്ങനെ കാണത്തില്ല, പക്ഷേ ഇതിലെ കുളത്തിനെ കൊണ്ട് ഇറങ്ങാനുള്ള വഴിയുണ്ട് കേട്ടോ. ഇറങ്ങുമെന്ന് ചെയ്യരുത് കേട്ടോ. താഴെ പറമ്പൊക്കെ പമ്പ് ഹൗസൊക്കെയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ഭീതി പോലെയൊക്കെ തോന്നുമായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളേ. വരുന്ന വഴി നമുക്ക് ഈ മേലത്തെ നരിയമ്പാറ എടുക്കാനുണ്ടായിരുന്നു. അവിടെ നിന്നാലും എന്തോ ഫംഗ്ഷൻ നടക്കുന്നുണ്ടേ. ആ സമയത്ത് അവിടെ വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഇപ്പോൾ ഇവിടെ നമ്മൾ മുന്നോട്ട് ചെന്നാൽ സ്വർണ്ണവിലാസം ആ ഒരു വഴിക്കൊക്കെ പോകാം. നല്ല മഴയും വരുന്നുണ്ട് കേട്ടോ, അതാണ് പ്രശ്നം. ഈ കയറ്റം കയറി ചെല്ലുന്നതാണ് സ്വർണ്ണവിലാസം. നമ്മുടെ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്ത് ഇങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. പക്ഷെ മോശം പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല വീടുകളൊക്കെ ഉണ്ട് വഴിക്ക്. അതുപോലെ കാർഷിക മേഖലയാണ്. ഏലം, കാപ്പി, പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ കൂടുതലും. അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല ഏലത്തോട്ടമൊക്കെ കാണാം. ഇതാണ് ഈ സ്വർണ്ണവിലാസം എന്ന് പറയുന്ന സ്ഥലമേ. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മേപ്പാറയ്ക്കൊക്കെ തിരിയാവുന്ന വഴിയുണ്ട്. നേരെ പോയാൽ കൽത്തൊട്ടി ആ വഴിക്കോട്ടൊക്കെ വെങ്ങാലൂർക്കട ആ റൂട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഇവിടുന്ന് ഇനി അങ്ങോട്ട് മൊത്തത്തിൽ ഏലത്തോട്ടമാണ് കേട്ടോ. മരുന്നടിക്കുന്നതിൻ്റെയൊക്കെ മണം വരുന്നുണ്ട്. പക്ഷെ റോഡൊക്കെ കുറേ പോയി കിടക്കുക. കാരണം നമുക്ക് ഈ കയറി പോകാനേ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഭാഗത്തൊക്കെ കുറേ നന്നാക്കിയിട്ടുണ്ട്. ഇത് സാധാ ടാറിങ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് പൊളിയും. മഴയൊക്കെ ചെയ്ത് വെള്ളമൊക്കെ കെട്ടി നിൽക്കുമ്പോഴേ ഈ കാട്ടിക്കൂടെ പോകുന്നത് നോക്കണ്ട. അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ സിറ്റി ഉണ്ട് കേട്ടോ. ഹൈ റേഞ്ചിൽ ഏലക്കായുടെ നല്ലൊരു ശതമാനം ഇവിടെ നിന്നൊക്കെ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ. വണ്ടമ്മേട്, മേപ്പാറ, അങ്ങേ മേപ്പാറ, അതുപോലെ ആനവിലാസം ഇങ്ങനെയുള്ള ഭാഗത്തു നിന്നൊക്കെയാണ് കൂടുതലും ഏലക്ക ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും നിർത്തി നമുക്കൊരു ഏലച്ചോടൊക്കെ കാണാം കേട്ടോ. നമ്മൾ ഈ കയറി വന്ന വഴിക്ക് എത്ര മനോഹരമായ ഏലച്ചെടികളാണ് നിൽക്കുന്നത് നോക്കി. ഒരു ചെടി നമുക്ക് കാണാവേ, കായൊക്കെ. ഏലക്കായൊക്കെ കണ്ടിട്ടില്ലാത്തവരൊക്കെ കണ്ടുപിടും. ഇത് ശരിക്കും പറഞ്ഞാൽ ആയിട്ടില്ല. ഇപ്രാവശ്യം മഴയൊക്കെ താമസിച്ച് പോയതുകൊണ്ട് കുറവാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഈ ശരം ഇങ്ങോട്ട് അങ്ങ് നീണ്ടു വരും ഇങ്ങോട്ട് വഴിയിലോട്ടൊക്കെ. ഇതിപ്പോൾ മുണ്ടൻ ശരമായിട്ട് നിൽക്കുക. എന്നാലും ഇതിനൊന്ന് കായൊക്കെ എടുക്കുന്നുണ്ടേ. ഇതുപോലുള്ള ചെടികളാണ് ഇങ്ങോട്ട് ഉള്ളത് കൂടുതലും കേട്ടോ. നല്ല പച്ചപ്പായിട്ട് ഇവിടേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നല്ല മഴക്കാറായി കേട്ടോ. മഴ ഇപ്പോൾ തന്നെ പെയ്യുമെന്നുള്ളൊരു കണ്ടീഷനാണ്. അത് ഇച്ചിരി മുമ്പേ വരെ നല്ല വെയിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മഴ. ഇന്നത്തെ ഒരു മിക്സഡ് കാലാവസ്ഥ കേട്ടോ. കുറച്ച് വളവുകളൊക്കെ ഉണ്ട് കേട്ടോ. കയറിപ്പോണമെങ്കിൽ വണ്ടി ആക്സിലേറ്റർ കൊടുത്തിട്ട് അങ്ങോട്ട് കയറുന്നില്ലോ. താഴെ നമ്മളിത് സ്ലോ ആയിട്ടാണ് വന്നതേ, അതുകൊണ്ടാണ് തോന്നുന്നു. ഈ പച്ചപ്പും ഏലവും എല്ലാം കൂടെ കൂടിയിട്ട് നല്ല മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ മേപ്പാറ. കുറേ സിനിമകളൊക്കെ ചെയ്ത സ്ഥലമാണ്.
പല്ലിശ്ശേരിയുടെ ജല്ലിക്കെട്ടൊക്കെ ആയിരുന്നു ഇവിടെ മെയിനായിട്ട് എടുത്ത പടങ്ങളൊക്കെ. അതിൻ്റെ ഒരു ലൊക്കേഷനൊക്കെ നമുക്ക് മേളിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റുമേ. അത് അന്ന് ഇവിടെ ഒരു ഉത്സവം പോലെയായിരുന്നു, ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അത് കുറേ ദിവസങ്ങൾ കൊണ്ടാണ് പടം എടുത്തത്. കാരണം അതിൻ്റെ ഒരു ഭൂരിഭാഗവും ഈ മേപ്പാറ ഭാഗത്തായിരുന്നേ. ആരെങ്കിലും കണ്ടാൽ നമുക്ക് ചോദിച്ചു നോക്കാം. ഇവിടെ നിന്നുള്ള ആൾക്കാർക്ക് വെറുതെ ഇരിക്കാൻ നേരമല്ലോ കേട്ടോ. ഇവിടെ ചെറുകിട വൻകിടയൊക്കെ ആയിട്ട് ഫുള്ളായിട്ട് കൃഷിപ്പരിപാടിയായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അത് കണ്ടില്ലേ, ആ സൈഡ് ഈ സൈഡും എല്ലാം ഏലത്തോട്ടം. ഞാൻ ഇന്നെടുക്കുന്ന ഈ വീഡിയോ GoPro 4K എടുക്കുന്നു കേട്ടോ. ഇതിനാണ് കുറേ ലൈറ്റിംഗ് ഉണ്ട്. DJ-യുടെ DJ ആക്ഷൻ 2 എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പക്ഷെ അതിന് ലോ ലൈറ്റ് എന്ന് പറയുന്ന സാധനമില്ല. മഴക്കാലം വന്നാൽ നമ്മൾ എടുക്കുന്ന വീഡിയോസ് അല്ല ഒരു വഴി കറുത്ത് കരിപ്പാണ്ടി പോലെ ഇരിക്കുന്നത്. വേനൽക്കാലത്ത് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തമിഴ്നാട് കയറി പോകാനാണ് കുഴപ്പമില്ല. അവിടെ എപ്പോഴും വെയിലും വെട്ടമൊക്കെ ആണല്ലോ. അതുപോലെ മഴക്കാലമൊന്നുമില്ല. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് കുഴപ്പമില്ല. പിന്നെ ഈ മേപ്പാറ ഒരു ഭാഗം കൊണ്ടെന്നൊക്കെ പറഞ്ഞ പോലെ മലയാളികളും പിന്നെ കൂടുതലും തമിഴ്ക്കാരാണ് കേട്ടോ. വണ്ടി ആ ഒരു വെട്ടിത്താപ്പിനകത്ത് താന്നിട്ട് കയറി വന്നപ്പോൾ ഒരുമാതിരി ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ നല്ല പണിയായിരിക്കും. എന്ന് വെച്ചാൽ ക്യാമറ ഓഫാക്കാതെ തന്നെ കൈ താന്നും പൊങ്ങിയൊക്കെ പോകുന്ന കാരണം. അപ്പോൾ നമ്മൾ കയറി മേപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി കേട്ടോ. ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ സോളാറിൻ്റെ വർക്കും കൂടെ ഒക്കെ നോട്ടീസ് വർക്കും ഇതൊക്കെ ചെയ്താണേ പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ രണ്ടിനായിട്ട് വേറെ വേറെ വരണ്ടേ. ഇതൊരു പള്ളിയൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. മുകളിലായിരുന്നു ആദ്യം പള്ളി ഇരുന്നത്, ആ പള്ളി ഇങ്ങോട്ട് മാറ്റിയേ. അങ്ങനെ നമ്മൾ മേപ്പാറ എത്തി കേട്ടോ. നമ്മൾ സോളാറിൻ്റെ വർക്കും മേപ്പാറയൊക്കെ കൂടെയാണ്. എന്നാണ് ഷൂട്ടിങ് കാണാൻ വേണ്ടി ഇരിക്കുമല്ലോ. എന്നാ ഇവിടെ ഷൂട്ട് ഇറങ്ങാൻ സീരിയലാണ്ടൊക്കെ അല്ലേ? ആ, അവരുടെ ഇതൊന്നും നമ്മൾ കാണിക്കില്ല. അപ്പോൾ ഇതാണ് മേപ്പാറ സിറ്റി കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ആൾക്കാർ നമ്മൾ സഹകരിക്കുന്നുണ്ട്, കുറച്ച് പേര് സഹകരിക്കുന്നില്ല. ശരി, ഞാൻ അങ്ങോട്ടൊക്കെ പോയിട്ട് വരാം. മേപ്പാറ സിറ്റിയുടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവരാം കേട്ടോ. മേപ്പാറയിലെ കുറച്ച് കടകളൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ. ഒരു പഴയ സിറ്റിയാണ്. അപ്പുറത്ത് നല്ലൊരു അമ്പലമൊക്കെ ഉണ്ട്, റേഷൻ കട, അങ്ങനെ മുതലായിട്ടുള്ള കുറേ ചെറുകിട കടകളൊക്കെ ഉണ്ട്. നമ്മൾ ആ പുറകിലത്തെ ഭാഗം ആദ്യം കാണിച്ചില്ല. കാരണം എന്താ പറയുക, അവിടെ ആ ഷൂട്ടിങ് ഞാൻ പറഞ്ഞില്ല, ഇവിടെ സിനിമ ഷൂട്ടിങ് ആണ്. ഇപ്പോൾ ഒരു ചെറിയ സിനിമയുടെ എന്തെങ്കിലും ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് സെറ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക അവരങ്ങനെ. അപ്പോൾ അവരുടെ ഭാഗമല്ല ഇതൊന്നും, ആ ഒരു ജംഗ്ഷൻ അത് നമ്മൾ കാണിക്കുന്നില്ല. നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ കാണിച്ച് ആ അമ്പലത്തിൻ്റെ കുറേ കാഴ്ചകൾ. റേഷൻ കട ഇതാ ഇവിടെ മേപ്പാറ. താഴെ മേപ്പാറയെ നമ്മളിങ്ങോട്ട് കയറി വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ നേരത്തെ കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പൊളിഞ്ഞൊക്കെ കിടക്കുക. എൻ്റെയൊക്കെ ഓർമ്മയിൽ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ നല്ല കടകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് താഴോട്ടൊക്കെ നല്ല ഇതാണ് കേട്ടോ, തോട്ടങ്ങളാണ്. പിന്നെ ഇവിടുന്ന് അങ്ങേ മേപ്പാറ എന്ന് പറഞ്ഞൊരു വഴിക്കോട്ടൊക്കെ കയറി പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു കട ആ ഒരു കെട്ടിടത്തിലേ ഉള്ളൂ. ഇതുണ്ടോ, ഈ വഴിക്കാൻ കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ അങ്ങേ മേപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ചെല്ലാൻ പറ്റും കേട്ടോ. പക്ഷേ അങ്ങോട്ട് നമ്മളിപ്പോൾ പോകുന്നില്ല, അവിടെ ഒരുപാട് കാണാൻ മാത്രം സംഭവങ്ങളൊന്നുമില്ല. മേപ്പാറ ഗ്രാമത്തിൽ നല്ല മനോഹരമായ ഒരു അമ്പലമുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇവിടെയൊക്കെ പുതുക്കി പണിത് ഒക്കെ കൊണ്ടുവന്ന് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടേ. മേപ്പാറ സിറ്റി നമുക്ക് അങ്ങോട്ട് കാണാം. ഇത് തന്നെ നമുക്ക് നല്ലൊരു തംബ്നെയിലായിട്ട് എടുക്കാമെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാലേ മേപ്പാറ അവിടുന്ന് ഇങ്ങോട്ട് കയറിയപ്പോൾ അവിടെ ഒരു പോലീസ് ജീപ്പ് ഇവർ സിനിമാക്കാരെ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഞാനോർത്ത് പോലീസാണ്, വീഡിയോ എടുത്തുകൊണ്ട് വരുമല്ലായിരുന്നു. പണി കിട്ടിയെന്ന് ആദ്യം വിചാരിച്ചത്. അടുത്ത് വന്നപ്പോൾ ആ സിനിമാക്കാരുടെ എന്ന് മനസ്സിലായതേ. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോവാം. ചായയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഒരട്ടെ. മഴയൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോൾ. സമയം 12 മണിയാകാറല്ലേ. മേപ്പാറ ഇപ്പോൾ നല്ല മഞ്ഞിറങ്ങി കേട്ടോ. ഇത് കണ്ടോ, ആ ഒരു കെട്ടറൊക്കെ നോക്കി എന്നാ പച്ചപ്പായില്ല കാണാവുന്ന. ഇപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ മഞ്ഞുണ്ട്. ആ കുരിശുപള്ളി കവാവൊക്കെ ഇവിടെ ഇപ്പോൾ ഷൂട്ടിങ് കാരണം നടക്കുന്ന കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് കൃത്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലേ. നല്ല മഞ്ഞിറങ്ങി കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു പഴയ പള്ളിയുണ്ട് കേട്ടോ. മേപ്പാറത്തെ ആദ്യത്തെ പള്ളി ഇതാണ്.
ഈ കാണുന്നത്. ഇതിൻ്റെ പുതിയ പള്ളി താഴെയുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ഈ പഴയ പള്ളികളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ. മാത്രമല്ല നല്ല മഞ്ഞത്തും കൂടെ. നമുക്ക് ഡയറക്ഷനായിട്ടൊരു പോയിൻ്റ് കിട്ടുന്നില്ല, ഇങ്ങനെ കിട്ടുന്നുള്ളേ. ഈ വഴിക്ക് ഇങ്ങനെ പോയാൽ നമുക്ക് കൽത്തൊട്ടി ഭാഗത്തോട്ടൊക്കെ ഇതിലേ അങ്ങനെ പോകാം കേട്ടോ. താഴോട്ടിറങ്ങി വന്നപ്പോൾ നമുക്ക് കൽത്തൊട്ടിയിലെ പുതിയ പള്ളി നമ്മൾ കയറിപ്പോയപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ചിങ്ങനെ കാണിച്ചു പോയായിരുന്നു, ഇറങ്ങിയെടുത്തില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ, ഈ ഭാഗം മുഴുവൻ നല്ല രീതിയിൽ മഞ്ഞായി കേട്ടോ. മഞ്ഞത്ത് ഈ പള്ളിയൊക്കെ നിൽക്കുന്നതാണ് എന്നാ ഒരു ഭംഗിയാന്ന് നോക്കി. ഇവിടെ കുറേ ഇടവക്കാരുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം മോളിൽ കണ്ടില്ലേ, ആ പള്ളി വന്ന സമയത്ത് കുറച്ച് ഇടവക്കാരേ ഉള്ളായിരുന്നു. ഇതിൻ്റെ മെയിനായിട്ടുള്ള പള്ളി താഴെ ഉള്ള നമ്മുടെ നരിയമ്പാറ, താഴെ നരിയമ്പാറയുള്ള പള്ളിയാണ്. അതിൻ്റെ ശാഖപ്പള്ളിയാണിത്. പക്ഷെ കണ്ടാൽ വലിയൊരു ഇടവക ഇതൊക്കെ ആയിട്ടുള്ളൊരു വലിയൊരു പള്ളിയായിട്ട് നമുക്കിങ്ങനെ തോന്നുന്നത്. മേപ്പാറയിൽ നമ്മൾ ഇറങ്ങി വന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ വെങ്ങാലൂർക്കട എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. ആ വഴി അങ്ങനെ കൽത്തൊട്ടിയൊക്കെയാണ് പോകുന്നത്. അപ്പം മേപ്പാറ ചെന്നപ്പോൾ ഉണ്ടല്ലോ, അവിടെ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിൽ അവിടെ അത് കാണാൻ വേണ്ടി അവിടുത്തെ ആൾക്കാർ നിന്നോണ്ടിരുന്നു. അന്നേരം നമ്മുടെ വ്ളോഗൊന്നും അവർക്കൊരു മൈൻഡല്ലേ. കാരണം അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് കുറേ ആൾക്കാരോടൊക്കെ സംസാരിച്ച് കുറേ കാര്യങ്ങളൊക്കെ എടുക്കാമായിരുന്നു. പക്ഷെ അതിപ്പോൾ പറ്റിയില്ല. നമുക്ക് വെങ്ങാലൂർക്കട ചെന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാവേ. വെങ്ങാലൂർക്കട ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഉൾപ്രദേശമാണ് കേട്ടോ. വർണ്ണനയൊന്നും ഞാൻ അവിടെ ചെന്ന് വർണ്ണിക്കുന്നില്ല, ഇവിടുന്ന് വർണ്ണിക്കാം. വെങ്ങാലൂർക്കടയിലൊരു SNDP അമ്പലമാണിത്. ഇതിൻ്റെ താഴെയാണ് വെങ്ങാലൂർക്കട ഉള്ളത്. പുറകിൽ നിന്ന് ഏതോ ഒരു വണ്ടി വരുന്നു. ബൈക്കും കൊണ്ടൊക്കെ എന്നാ ചീറലാണ് ചീർന്നതെന്ന് നോക്കി. അങ്ങനെ നമ്മളിപ്പോൾ വെങ്ങാലൂർക്കട വന്നു കേട്ടോ. നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ചായക്കട, പുള്ളിയുടെ അച്ഛൻ്റെ ഒക്കെ ചായക്കട കേട്ടോ. അവിടെ കയറി നമ്മളൊരു നോട്ടീസൊക്കെ ഇട്ട് ചായ ഇപ്പോൾ നമ്മൾ അവിടുന്ന് കുടിച്ചല്ലേ ഉള്ളൂ. കാരണം ഇനിയിപ്പോൾ പുറത്തോട്ടുള്ള ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കാണാം. വെങ്ങാലൂർക്കട ഗ്രാമത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ. ഇതുണ്ട് മനോഹരമായൊരു പഴയ മോഡൽ ചായക്കടയൊക്കെ. നല്ല ബോണ്ടയൊക്കെ കിടപ്പുണ്ട്. നമ്മളിപ്പോൾ മേപ്പാറയിൽ നിന്നൊരു ബോണ്ടായും ചായയൊക്കെ കുടിച്ചുകൊണ്ടാണ്. ഇനിയിപ്പോൾ അല്ല പിന്നെ ചോറ് ഒന്ന് ഉണ്ണാനുള്ള മൂടൊക്കെ അങ്ങ് പോവും. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയാൽ ഇവിടുത്തെ കുറേ അതെല്ലാം ഒന്ന് കാണാം. നല്ല രസമുള്ള വീടുകളൊക്കെ. വെങ്ങാലൂർക്കട നല്ല ഭംഗിയുള്ളൊരു കട കേട്ടോ. അത് ജംഗ്ഷനാണ്. ഇവിടുന്ന് വലത്തോട്ടുള്ള വഴിക്ക് പോയാൽ നമുക്ക് കാഞ്ചാറ് ഭാഗത്തേക്ക് പോകാം. നേരെ ഇങ്ങനെ പോയാൽ നമുക്ക് കൽത്തൊട്ടി ഭാഗത്തേക്ക് പോകണം. കൽത്തൊട്ടി കോട്ടയമൊക്കെ അങ്ങനെ പോകാം കേട്ടോ. അങ്ങോട്ടേക്ക് പോയിട്ട് കുറച്ച് കാഴ്ചകൾ അവിടുന്ന് കാണാം. വെങ്ങാലൂർക്കടയുടെ ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ. മനോഹരമായ 1-2 കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു കടയുണ്ട്. ഇതൊരു ചേട്ടൻ പോകുന്നു. ചേട്ടാ എന്നാണ് ഓട്ടോ ഒക്കെ ആയിരുന്നോ? അതേ ചോദിച്ചു, ഓട്ടോ ഒക്കെ ആയിരുന്നോ എന്ന് ചോദിച്ചേ. എന്നാ പേരൊക്കെ? ലിജു. ഇവിടെ തന്നെ ഉള്ളതാണോ? പുള്ളി പോയി. നമുക്കിനി കടയിലുള്ള ചേട്ടനെ ഒന്ന് പരിചയപ്പെട്ടു പോവാം. ദിവാകരൻ ചേട്ടൻ്റെ കട അല്ലേ? ദിവാകരൻ എന്നാണോ പേര്? തുണിക്കട, സ്റ്റേഷനറി എല്ലാം ഉണ്ടല്ലേ? എല്ലാ പരിപാടിയും ഉണ്ടല്ലേ? തുണിക്കട നേരത്തെ പോലെ ഇവിടത്ത് നിന്ന് കണ്ടാൽ മതി, കുഴപ്പമില്ല. ചേട്ടനെ പരിചയപ്പെട്ടു പോവാന്ന് വെച്ചു. ഇവിടെ കുറെ വർഷമായിട്ട് താമസിക്കുന്നതാണോ? ഞാൻ ചെറുപ്പം തൊട്ടേ ഇവിടെയാ. ആണല്ലേ? എന്നെ നേരത്തെ കണ്ടുപരിചയം ഉണ്ടല്ലേ? പിന്നെ അതെ അതെ. ഇപ്പൊ ഞാനിങ്ങനെ വന്നപ്പോ ഇവിടെ ഒക്കെ അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ കുറെ കാഴ്ചകളൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചൊക്കെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ച്. പിന്നെ വേറെ എന്നാ പരിപാടി? കൃഷിയൊക്കെ ഉണ്ടോ? കൃഷിയൊക്കെ ഉണ്ട്. ഏലം അല്ലേ മെയിനായിട്ട്? ഏലം. ഏലമാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു. ഇത് നമ്മുടെ ചാനലുകാരനാ. അപ്പോൾ അത് ആണല്ലേ? കേബിൾ കൊടുക്കുന്ന ആളാ. അത് കുഴപ്പമില്ല. അതും ഒരു ഇതാണ്, ഒരു സേവനമാണ്. അപ്പോൾ ഞാനിവിടുന്ന് മറ്റ് ബാക്കി കാഴ്ചകളും കൊണ്ടുവന്ന് പോയിട്ട് വരാവേ. പഴയതും പുതിയതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചില ആൾക്കാർക്കൊക്കെ സംസാരിക്കാൻ മടിയുള്ള ആൾക്കാരും ഉണ്ട്. ക്യാമറ കാണുമ്പോൾ എന്താണ് ആൾക്കാർക്ക് ഇത്ര ഫീലിംഗ് അല്ലേ? ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്കും ആദ്യം ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. നമുക്കിപ്പോൾ ആ ഫീലിംഗ് ഒക്കെ പോയിട്ടോ. മനോഹരമായൊരു വീടും അതിനോട് ചേർന്ന് തട്ടിയിട്ടതും ഷട്ടറിട്ടതുമായിട്ടുള്ള കടകളൊക്കെയാണ്. ഇവിടെ ഒരു ജംഗ്ഷൻ ഇങ്ങനെ വരുന്നുണ്ട്. ഇന്ന് സ്ലീവ മൗണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമൊക്കെ ഉണ്ട് കുറച്ച് അങ്ങോട്ട് പോയാൽ. സ്ലീവ മൗണ്ട് നമ്മൾ ഇന്നാളൊരു പ്രാവശ്യം പോയി. പക്ഷെ നല്ല മനോഹരമായൊരു സ്ഥലമാണ്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള റോഡ് ഇച്ചിരി പ്രശ്നമാണ്. നേരെ പോകുന്ന കൽത്തൊട്ടിക്ക്. ഇതിലേ ഇങ്ങനെ പോയാൽ നമുക്ക് കൽത്തൊട്ടിക്ക് പോകാം കേട്ടോ. സ്ലീവ മൗണ്ട് എന്ന് പറഞ്ഞൊരു
കുരിശടിയൊക്കെ ഉണ്ട് അവിടെ. നമ്മുടെ ഈ മേപ്പാറയെക്കാട്ട് ഇച്ചിലൂടെ ഭംഗിയുണ്ടെന്ന് തോന്നുന്നല്ലേ വെങ്ങാലൂർക്കട ഗ്രാമത്തിൻ്റെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് താഴെ കൽത്തൊട്ടി ഭാഗത്തേക്ക് പോകാവേ. ഇവിടെയും ഒരു കടയുണ്ട് കേട്ടോ. ഇത് ലേഡീസൊക്കെ നടത്തുന്ന കടയാണ്. നമുക്ക് അങ്ങനെ കയറിയുണ്ട് വീഡിയോ എടുക്കത്തുമില്ലേ. കൽത്തൊട്ടി ഭാഗത്തെ കാഴ്ചയാണ്. ഇവിടെയും മഞ്ഞിറങ്ങി നല്ല സെറ്റായിട്ട് കിടക്കുവാണ്. ഇത് കുരിശടി ഉണ്ട്. ഇതിൻ്റെ തൊട്ട് മേളിലായിട്ട് ഇവിടുത്തെ ഒരു തിരുക്കുടുംബ ദേവാലയമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കാണാവേ. ഈ സ്റ്റെപ്പുകൾ കയറി കുറച്ച് മുകളിൽ ചെന്നാൽ കൽത്തൊട്ടി തിരുക്കുടുംബ ദേവാലയം. സ്റ്റെപ്പൊക്കെ തെന്നിക്കിടക്കുക കേട്ടോ. കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന വളരെ മനോഹരമായൊരു പള്ളി. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ കൽത്തൊട്ടിയിൽ സ്കൂളൊക്കെ നമുക്ക് കാണാം കേട്ടോ. നേരെ കാണുന്ന പള്ളിയുടെ പാരീഷുകളൊക്കെയാണ്. അതിൻ്റെ അപ്പുറത്ത് സ്കൂളും ഉണ്ട്. കൽത്തൊട്ടിയിലെ LP സ്കൂൾ അല്ല LP ആൻഡ് UP സ്കൂളാണ് കേട്ടോ. ചെറിയൊരു സ്കൂളാണ്, എന്നാലും കാണാൻ ഒത്തിരി ഭംഗിയുണ്ട്. ഈ മലയുടെ അപ്പുറത്ത് ആ മഞ്ഞ് കയറി കിടക്കുന്നുണ്ടോ, ആ ഒരു ഭാഗത്താണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ. ഈ ഒരു ലൊക്കേഷനിൽ നല്ല ഭംഗിയുണ്ട് സ്കൂൾ കാണാൻ. പള്ളിയുടെ ആ ഒരു പാരീഷുകളൊക്കെ ഉണ്ടോ. മുറ്റത്ത് കുറച്ച് ഗ്രാമ്പൂ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. അവിടുന്ന് ആ വഴിക്ക് അങ്ങോട്ട് കയറിപ്പോയാൽ നമുക്ക് ഇത് അവിടെയൊക്കെ തെളിഞ്ഞു കേട്ടോ. നല്ല നീലാകാശമൊക്കെ ഇടയ്ക്ക് വരുന്ന നോക്കി. ഇത് പല കാലാവസ്ഥ ഒരേ സമയത്ത് വരുവാണോ. ഇപ്പം നല്ല മഴയായിരുന്നേ. ഇനി നമ്മൾ ഈ വഴിക്ക് നേരെ എങ്ങനെ പോകുന്നത് ലെപ്പക്കടയ്ക്കാണ് കേട്ടോ. ഈ വഴി ലെപ്പക്കടയ്ക്ക് തന്നെ ഇറങ്ങുന്നത്. ലെപ്പക്കട ചെന്നാലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഈ ഉൾഗ്രാമം ആയതുകൊണ്ട് നല്ല ചായയും ചെറുകടിയൊക്കെ ഉണ്ടാവുള്ളേ. അപ്പോൾ എപ്പോഴും അങ്ങനെ ചെറുകടി കഴിക്കാനും പറ്റിയില്ല, അതും ഒരു ബുദ്ധിമുട്ടാണ്. റോഡൊക്കെ ഉണ്ട്, നല്ല ഗ്രാമീണ റോഡാണ്. നേരത്തെയൊക്കെ നമ്മൾ ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ വീടൊക്കെ അവിടുന്ന് കാണാൻ പറ്റുമായിരുന്നേ. പക്ഷെ ഇപ്പോൾ പറ്റത്തില്ല. ഇപ്പോൾ എന്നാന്ന് വെച്ചാൽ ഈ സൈഡിൽ മരങ്ങളൊക്കെ വളർന്ന് കയറിയത് കൊണ്ടൊക്കെ അധികം കാണത്തില്ല കേട്ടോ. ഇവയ്ക്കൊക്കെ ഉള്ളത് നല്ല ഭംഗിയുള്ള വീടുകളൊക്കെയാണ്. ഇവിടെ നിന്നൊക്കെ ഉള്ള ആ റോഡിൻ്റെ കൂടെ ഉള്ള കാഴ്ചകൾ നോക്കും. സൈഡൊക്കെ നല്ല പച്ചപ്പായിട്ട്. നമ്മൾ ഈ ചെറിയ ഗോപ്രോ ക്യാമറയിൽ എടുക്കുന്നുണ്ട് ഇത്ര ഒരു ലൈറ്റിംഗ് എങ്കിലും ഇപ്പോൾ കിട്ടുന്നത്. ഓ DJയുടെ ക്യാമറ എൻ്റെ അടുത്ത് ആക്ഷൻ 2 ഇരിക്കുന്നതിൽ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ യാതൊരു ക്ലാരിറ്റിയും കിട്ടുകയില്ല. മുഴുവൻ കറുത്തിരിക്കും. എത്ര എഡിറ്റ് ചെയ്താലും മാറുകയില്ല. എനിക്കാണ് ഇങ്ങനത്തെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ കടന്നു പോകുന്നത് ഇഷ്ടം കേട്ടോ. പക്ഷേ ഈ ഗ്രാമത്തിൽ കൂടെ പോകുമ്പോൾ ആൾക്കാരോട് സംസാരിക്കാനും കൂടെ പറ്റണം. പക്ഷേ ഈ ഒരു സമയമായിട്ട് കവലകളുള്ള ആൾക്കാരൊന്നും, അഥവാ ഇനിയിപ്പോൾ കടയിലാണ് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും അവർ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു മൂഡിലായിരിക്കും. വൈകുന്നേരം ആണെങ്കിൽ കുറേ ആൾക്കാരെയൊക്കെ കിട്ടുള്ളേ. ഈ വഴി സൈഡിലൊരു മതിൽ കണ്ടോ ഈ വീടിൻ്റെ. ശരിക്കും പറഞ്ഞാൽ ഈ മതിൽ കുറച്ചും കൂടി ചാഞ്ഞിട്ടുണ്ടേ. ഭയങ്കരമായൊരു മതിലായത്. ഒരുപാട് ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ പോകുന്ന വഴിക്ക് നമുക്ക് JPM കോളേജൊക്കെ കാണാം കേട്ടോ. ഹായ് രാണ്ട് ഇവിടെ ഒരു കൂട്ടുകാരനാണ് ഓട്ടോ. കൂട്ടുകാരനായിട്ട് പറഞ്ഞില്ല, പുള്ളി സോളാറൊക്കെ നമ്മളവിടെ വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ. സോളാർ വാട്ടർ ഹീറ്ററൊക്കെ. JPM കോളേജാണിത് കേട്ടോ. ജോൺ പോൾ കോളേജ് അങ്ങനെയല്ലേ JPM എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിവിടെ വന്നതിന് ശേഷമാണ് ഈ ലബക്കട സിറ്റിക്കൊക്കെ ഒരു ഉണർവൊക്കെ ഉണ്ടായത്. ഈ മഴ പെയ്യാൻ തുടങ്ങി. നമ്മുടെ ലബക്കട സിറ്റി വേണ്ട, ഇതാണ് നമ്മുടെ ലബക്കട സിറ്റി കേട്ടോ. ബസ് സ്റ്റാൻഡൊക്കെ, വെയിറ്റിംഗ് ഷെഡ്, പച്ചക്കറിക്കട, കോളേജ്, പിന്നെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പഞ്ചായത്ത്, ആശുപത്രി. ഈ കെട്ടറ ഇവിടുത്തെ പൊളിക്കുകയെന്നോ എല്ലാം പൊളിച്ചിട്ടിരിക്കണല്ലോ. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അവിടേക്ക് വന്നു കേട്ടോ. വരുന്ന വഴിക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നേ. കാര്യം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ റണ്ണിങ് വീഡിയോ എടുക്കാൻ പാടാം. വണ്ടി ഇവിടെ ഇരിക്കട്ടെ. ഓക്കേ,
പ്രതിവിന് വേണ്ടി അവിടെ വഴിയിരിക്കുകയാണ്. മുകളിലോട്ട് പോയാൽ കുഞ്ചുമലയ്ക്ക് പോകാം. ഇതുവഴി കയറിയാൽ നമ്മുടെ വീട്. നമ്മൾ പണ്ട് പാറപ്പൊടിയൊക്കെ കൊണ്ടിട്ടാ ഇവിടെ, അത് മൂടിയിട്ടാ. അയ്യ, ചെറുക്കന്മാർ നാളെ പോയി ഏലമൊക്കെ തെളിച്ചിട്ടായിരുന്നു, അത് നോക്കിയിട്ട് വരാം. എല്ലാം ചളിപുളിയായി കിടക്കാം. എന്ത് ചക്കയാണ് വീഴുന്നതെന്ന്. നമുക്ക് ഈ വഴിക്ക് ചക്ക ഒരു വിഷയം തന്നെയായിരുന്നു. ആളില്ലാതിരുന്ന ആൾ വരുമ്പോഴേ കിളികളെല്ലാം കൂടെ ഭയങ്കര പ്രശ്നമാണല്ലോ. ആ പന പറഞ്ഞേ അവിടെ വന്ന് ഇങ്ങോട്ട് മറിഞ്ഞു വീണേ. ഇത് വലിയ പനയായപ്പോൾ വീണായിരുന്നെങ്കിൽ നമ്മുടെ വീടിനെ വണ്ട വീണേ. ഇവിടെ ആണ് ഭയങ്കര വെള്ളമായിട്ട് കിടക്കുക. ഒരു നാടനേലമാണ്. പിള്ളേർ ഈയിടയ്ക്ക് ഒന്നും ഉണ്ടായിരുന്ന കായെല്ലാം പറിച്ച് താഴെ അവന്മാർ തെളിച്ചിട്ടുണ്ട്. ഓ, എന്താ ഒരവസ്ഥ. ഒരു വർഷം കൊണ്ട് ഇവിടുത്തെ കോലങ്ങൾ മാറിപ്പോയി. അതാണ്. കിളികളെല്ലാം കൂടെ ഭയങ്കര ചിലപ്പോൾ നല്ല പൂവൊക്കെ ഇതെങ്കിലും ഇതൊക്കെ കൂടുതൽ നട്ടുപിടിപ്പിക്കുക ഈ പൂക്കളെല്ലാം. ഇവിടെ അവന്മാർ ഏലം തെളിച്ചായിരുന്നു കേട്ടോ. ഇങ്ങോട്ടേ കിണറിൻ്റെ മുകളിലാണ് ഈ പടപ്പെല്ലാം അങ്ങോട്ട് വയ്ക്കുന്നത്. അല്ല, അറിയാൻ മേലാത്തവന്മാരാണ് വരുന്നതെങ്കിലാണല്ലോ കൃത്യമായിട്ട് കണ്ടി ഒന്നി ആടും. ഇതാരാ ഈ ഇതൊക്കെ വെട്ടിയിട്ട് ചെമ്പരത്തിയൊക്കെ വെട്ടിയിട്ടുണ്ടോ? ഈ ചെമ്പരത്തി അന്ന് നമ്മൾ വെട്ടിയില്ലായിരുന്നു കേട്ടോ. ഇതാരാ ഇത് വെട്ടിയിട്ട് വരും? പിള്ളേർ വന്ന് വെട്ടിയതാണ്. എന്നാലൊന്നും വെട്ടാത്ത ഇപ്പോൾ വെട്ടിയില്ലായിരുന്നു. ഇവിടെയൊക്കെ കുറേ ചെടിയൊക്കെ ഉണ്ടായിരുന്നു. കിണറ്റിലൊക്കെ ഇപ്പോൾ വെള്ളമായി കാണുമേ. മെയിനായിട്ട് ഈ ഇടയ്ക്കാണെന്ന് ഇവിടെ ഒന്ന് നോക്കിയായിരുന്നേ. ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഇടിയോ എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഇടിഞ്ഞിട്ടില്ല കേട്ടോ. കറണ്ടുണ്ട്. ഇനി 72 രൂപ മീറ്റർ വാടക ഇപ്പോൾ വരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ 1500-2000 രൂപ നമ്മൾ അടച്ചുകൊണ്ടിരുന്നതാണ്. പഞ്ചായത്തിൽ നിന്ന് വന്ന് സെൻസസിന് വന്ന് എഴുതിയിട്ടിട്ട് പോയതാണ്. ഞാൻ ഒരു ചെരുപ്പ് മേടിച്ചായിരുന്നു ഇപ്പോൾ വന്നു കഴിക്കും. എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഈ പഴയ ചെരുപ്പ് ഇവിടെ ഇട്ടേച്ച് പോയേക്കാം. ഇവിടെ വന്ന് പറമ്പിലൊക്കെ ഇറങ്ങാനായിട്ട് ഉപയോഗിക്കാമല്ലോ. അവിടെ കിടക്കട്ടെ. പിന്നെ പുറത്തുനിന്ന് വൈകിട്ടൊക്കെ ആരെങ്കിലും വരുവാണെങ്കിൽ ഇവിടെ ഇത്ര ചെരുപ്പൊക്കെ കാണുമ്പോൾ ആരാണ്ടൊക്കെ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അതൊരു നല്ല ഐഡിയ അല്ലേ. പിള്ളേർ വന്നിട്ട് ഏലമൊക്കെ തെളിച്ചിട്ടേക്കുന്നു ഇത് കേട്ടോ. ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു, അവന്മാർ പൊട്ടിച്ച് കേടായി പോയതാണ്. എന്നാൽ ഇതും കൂടെ ആക്രി കൊണ്ട് കൊടുക്കണ്ടേ, അത് കൊടുത്തില്ല. ഈ പ്ലാസ്റ്റിക്കിനൊക്കെ വില കിട്ടുന്നു. അവന്മാർ പിന്നെ അതിൻ്റെ എന്നാ കൊണ്ടുപോയി മോട്ടർ എടുത്തുകൊണ്ട് പോയായിരിക്കും അല്ലേ. കപ്പളമൊക്കെ എന്താ പറയുക, ഞാൻ ആ കക്കൂസിന് മേടിച്ച് വെച്ച ടാങ്കൊക്കെ അവിടെ ഇരിക്കുന്നത്. അത് ഇറക്കി വെക്കാനുള്ള കുഴിയായിരുന്നു ഈ ഉണ്ടാക്കിയിട്ട്. ഇതുണ്ട്, ഇതിവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മയൊക്കെ ഭയങ്കര വെള്ളം വെക്കുമായിരുന്നു. അയ്യോ, ഇതൊക്കെ ഇവന്മാരുടെ ഞാൻ മൂടിയിടാൻ പറഞ്ഞാണല്ലോ. വലിയ ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട്. ആരിലും വന്ന് എടുത്തുകൊണ്ട് പോയെങ്കിൽ പണിയാകും. ഇവിടെ സോളാർ സിസ്റ്റം ഒക്കെ ഇരിക്കുന്നുണ്ട്. ബാറ്ററി ഒന്നുമില്ല. അപ്പോൾ ബാറ്ററിയൊക്കെ ഇരുന്ന് കേടായി പോയതുകൊണ്ട് ഞാൻ കൊടുത്തായിരുന്നു. നമ്മുടെ എസ്റ്റേറ്റ് ഏലം പറിച്ചിട്ട് നാടനേലം ഇത് മൊത്തം. ഇത് പറിച്ചിട്ട് മറ്റേ ഏലം വെക്കണം, ഒറ്റച്ചെമ്പനൊക്കെ. അതാ ഇവിടങ്ങളിലൊക്കെ കൂടുതൽ. ഇതൊക്കെ ചെറിയ ഏലം ചേർക്കാൻ്റെ പണിയായിരുന്നു എല്ലാം. അതുകൊണ്ട് പക്ഷെ ഇവിടെയൊക്കെ ഒരുപാട് പ്ലാസ്റ്റിക്കൊക്കെ കിടക്കുവാണ്. അവനിട്ട ഏലം ഇതൊക്കെ. പിന്നെ മുകളിലോട്ടും വലിയ കുഴപ്പമില്ല. കയ്യേലമായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇവിടുന്ന് നല്ല കാ കിട്ടിക്കൊണ്ടിരുന്നതാണ് നമുക്കിവിടെ.
ഇതുണ്ട്. എല്ലാം നന്നാക്കി എടുക്കണം ഒന്നുകൂടെ. ഇനി മഴ മാറി ഇച്ചിരി കുറയും. ഇപ്പം വളമിട്ടാൽ ഏക്കൂലേ, ഒലിച്ചു പോകും. ഇത് വളമൊക്കെ ഇട്ടെടുത്ത സെറ്റപ്പാവും. താഴോട്ടൊന്ന് ഇറങ്ങി നോക്കിയിട്ട് വരാതെ. ഓ, ഈ ഏലത്തോട്ട ചവിട്ടി കഴിഞ്ഞാൽ തെന്നിപ്പോകും കേട്ടോ, പൂക്കുറ്റി പോലെ. ഓ, നടുപിടിച്ച് വീണാൽ നല്ല സുഖമായിരിക്കും. ഈ ഏലമൊക്കെ ഞാൻ വെച്ച് പിടിപ്പിക്കാൻ എന്ത് പാട് കിട്ടുന്നത്. ഇതൊക്കെ പഴയ ഓടായിരുന്നു, ഞാൻ പറിച്ചു മാറ്റി ഇല്ലായിരുന്നു. ഇതൊക്കെ വലിയ പടുകൂട്ടനായിട്ട് വന്നേ. ഇതിനൊക്കെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് എങ്ങനെ കിടക്കാൻ കഴിയും. അപ്പുറത്തൊക്കെ നല്ല സ്ഥലമൊക്കെ ഉണ്ട്, അപ്പുറത്തെ പറമ്പിൽ. ദേവന്മാരി ഇടയ്ക്ക് വന്നിങ്ങനെ ഇതെല്ലാം ക്ലീൻ ചെയ്തു, കൊണ്ടാണ്ട് കായൊക്കെ എടുത്ത്. പക്ഷെ അതിനുശേഷം മഴ അങ്ങോട്ട് തുടങ്ങാറുണ്ടല്ലോ, മരുന്നൊന്നും അടിക്കാൻ പറ്റിയില്ല. അത് കാരണം ഇത് ഇങ്ങനെ തന്നെ കിടന്നു. അതാണ് വിഷയം. ഇവിടം കൊണ്ട് ഇങ്ങനെയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഇറമ്പ് കിടക്കുന്നത്. ഇവിടെയൊക്കെ പോയായിരുന്നു ഏലം കംപ്ലീറ്റ്. വേനലായിട്ടേ, വേനൽ കംപ്ലീറ്റ് പോകത്തില്ല. ഞാനെന്നിട്ട് ഇവിടെയൊക്കെ പിന്നെ കഴിഞ്ഞ മഴയത്ത് റീപ്ലാന്റിങ് അടിച്ചതാ ഇതൊക്കെ കണ്ടോ. ഇതിനൊക്കെ ഒരുവിധം ചെറിയ ചെടിയാണെങ്കിലും ശരം ഇങ്ങനെ കയറി വരുന്നുണ്ട്. അവിടെ കിടന്ന് ഇതുണ്ട്, ഈ തെങ്ങ് മറിഞ്ഞു പോകണുണ്ട്. അവിടെ തെങ്ങായിരുന്നേ, അത് മറിഞ്ഞ് ഈ തെങ്ങ വന്ന് ചാരി നിൽക്കുക കേട്ടോ. എന്ത് നോക്കി ഒറ്റ തേങ്ങ കിടക്കുന്നു. ഓ, മഴ പെയ്യുന്നു. അമ്മ അവിടെ നിന്ന് പിടിപ്പിച്ച ഈ ഒരു പാഷൻ ഫ്രൂട്ടൊക്കെ ഇതുണ്ട്, ഇവിടെ ഉണ്ട് പാഷൻ ഫ്രൂട്ട്. ഈ നിലത്ത് വീണ് കിടക്കുന്നൊന്നും അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് വെള്ളം കുത്തി ഒലിക്കുന്ന സ്ഥലമാണ്. ഓ, ഈ ഏലത്തിനൊക്കെ വേര് തെളിഞ്ഞു പോയല്ലോ. ഈ താഴത്ത് ഭാഗം കംപ്ലീറ്റ് റബ്ബറായിരുന്നു. അവരാ റബ്ബറിൻ്റെ ഇടക്കൂടെ കൊണ്ട് ഏലം വെച്ച് അതിലിപ്പം ഒരുവിധം നന്നായിട്ട് ശരം അടിച്ച് കിടപ്പുണ്ട്. ഇതിപ്പം വേറെ ആൾക്കാരാണ് നോക്കുന്നത്, വെച്ചവരല്ലത്. ഇത് പാട്ടം കൊടുത്തേക്കുക. ഇതിൻ്റെ പണി ചില്ലറയൊന്നുമല്ലേ, നല്ല പണിയൊന്നും. പറഞ്ഞു നമ്മളൊരു തെങ്ങുണ്ട്, ഞങ്ങൾ വരുമ്പോൾ ഇത്ര പൊക്കം ഉണ്ടായിരുന്നു. ഈ മരത്തിൻ്റെ ഈ കൊന്നയുടെ പൊക്കം ഉള്ളായിരുന്നു. 15 വർഷം കൊണ്ട് ആ തെങ്ങ് കയറി കയറ്റം കണ്ടു. ഇതിൻ്റെയൊക്കെ ചോട്ടി വളമിട്ട് കൊടുക്കണ്ട. ഇപ്പോഴത്തെ അത്യാവശ്യം തേങ്ങയൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. ഇതിന് വളം ഇടണം അത്യാവശ്യമായിട്ട്. ഒരു 10-30 കിലോ വളം ഉണ്ടെങ്കിൽ എല്ലാം കൂടെ ഇടാം. 18 എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് ഒരു പൂശണം. ഞാനിത് അനിയൻ്റെ അടുത്ത് കൊണ്ട് വെച്ചതാണ് ഏലം എല്ലാം കൂടെ. ഇതെല്ലാം ചെറു ഇട്ടത് ആ സൈഡിൽ ആ തെങ്ങ് ആ പ്ലാവില്ലേ അവിടെ നമ്മുടെ അതിര് കിടക്കുന്നത്. ഓ, പനയുടെ കൊല വീണ് കിടക്കുന്നുണ്ട്. വെള്ളം അടിക്കുന്നു ഓസ്. വെള്ളം അടിക്കുന്ന ഓസ് പറഞ്ഞാൽ നമുക്ക് മുകളിൽ നിന്ന് വെള്ളം അവർ തരുമായിരുന്നു വേനൽക്കാലത്തെ, മുകളിലത്തെ ശിവൻ്റെ അവിടെ നിന്ന്. ഇതിലെയാണ് നമുക്ക് കയറി പോകേണ്ടത്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ കയറി ഇപ്പോൾ ഇവർ ഇതാണ്ട് അവർ ഈയിടയ്ക്ക് വന്ന് വെട്ടിയതാണോ ഇതെല്ലാം? അപ്പുറത്തുകാരുടെ പറമ്പാണ്. അവിടെ ചക്ക വീണിട്ട് ഒരു രക്ഷയില്ല. ഇതിൽ നമ്മൾ ഇറങ്ങുന്നൊരു വഴി ഉണ്ടായിരുന്നു. ഇപ്പോൾ തൽക്കാലം ഇതിലേ കയറി പോലെ ഈ ഒരു മൂലയിൽ കൂടെ. അവർക്കെപ്പോഴും അതിര് തുറക്കാം. ഓ, അതാണ് അവരവിടെ ആ ചെമ്പരത്തിയുടെ അവിടെ ഞാൻ വന്ന് വെട്ടിയത്. എന്നാലും ഇത്ര ഇവിടെയില്ലേ, ഇതാ ചെമ്പരത്തിക്കുന്നത്. നമ്മുടെ ഇങ്ങനെയാട്ടോ, ആർക്കറിയാം.
നമുക്കേതായാലും ആരുടെ ഒന്നും വേണ്ട. ഇതിൻ്റെയൊക്കെ ചോടിച്ചിട്ട് മാറ്റി വളം കൊടുക്കും. ഒരു വീടിൻ്റെ അവസ്ഥ. മഴ പെയ്തുകൊണ്ടിരിക്കുക, ഈ മഴ നിൽക്കുന്നുമില്ലല്ലോ. സാധനമെല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ അല്ലേ, അതന്നെ വലിയ കാര്യം. ഈ ഒരു വീട്ടിൽ നമുക്ക് എന്തെല്ലാം ഇതുണ്ടായിരുന്നു. ചീനി ഇരിക്കുന്നത്, ചീനി. പിന്നെ ഇതിന് പശ ഏതാണ്ടൊരു പേര് പറയും. ഈ ഏലമൊക്കെ അന്ന് ഞാൻ ആദ്യം വന്ന് കളിച്ചതായി. എന്നിട്ട് അമ്മയോട് പറഞ്ഞു ഇതെല്ലാം ക്ലിയർ ആക്കാൻ. നമ്മുടെ പഴയ കക്കൂസ് ആദ്യം വന്നപ്പോൾ ഉണ്ടാക്കി, പുതിയ കക്കൂസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഷീറ്റിൻ്റെ മുകളിലെല്ലാം മറ്റേ ഇത് പിടിച്ചു കേട്ടോ, ചൊറിയണം ആണല്ലോ വന്നേക്കുന്നത്. ഇതുണ്ടോ ഈ തിട്ടിടിയോന്ന് എനിക്ക് പേടി. ഇപ്പോൾ ആ കക്കൂസിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കുറച്ചുകൂടെ വീതി കൂട്ടി ഇങ്ങനെ ഇടിച്ചതാണേ. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു മേശിരി ഉണ്ടായിരുന്നു, പുള്ളി ആ പണി തീർത്ത് തന്നില്ല. പുള്ളിക്ക് നമ്മൾ കള്ള് മേടിച്ച് കൊടുത്തില്ലെന്നാ പരാതി അമ്മയോട് പറഞ്ഞേ. ഞാൻ കള്ള് കുടിക്കത്തുമില്ല, മേടിച്ച് കൊടുക്കത്തില്ല കേട്ടോ, അത് ഉറപ്പിച്ച കാര്യമാണ്. ഇവിടെ വാട്ടർ ടാങ്ക് അവിടെ ഇരിക്കുക, അതിനകത്ത് വെള്ളം ഇല്ലാത്ത കുഴപ്പം. അപ്പോൾ ഇവിടെ ശകലം ഇതൊക്കെ വന്നിട്ടുണ്ടല്ലേ, വലിയ പ്രശ്നം ഉണ്ടാവുകയില്ലായിരിക്കും. ഞാൻ ഇന്നാൾ വന്നിട്ട് ഇവിടെ ഈ ഇറയിലോട്ട് വെള്ളം വീണിട്ട് അതിന് വേണ്ടി ഞാൻ ഈ ഷീറ്റൊക്കെ ഇങ്ങോട്ട് കയറ്റി വെച്ചതാണ്. ഷീറ്റൊക്കെ കയറ്റി വെച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. ഈ തറയിലോട്ട് വെള്ളം പിടിക്കും, എങ്ങനെയായാലും കുറേ വെള്ളം പിടിക്കും. എന്നാലും നേരിട്ടങ്ങ് ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ച്. നല്ല മഴ പെയ്യുകയാണെങ്കിൽ ഇതുണ്ട്, ഈ പുറത്തെ ഷീറ്റൊക്കെ പൊട്ടിപ്പോയിരുന്നു. ഇതിൽ കുറേ പണി നമ്മൾ പണിയണ്ടോ. ഇവിടെ സ്ഥലമുണ്ട് നമുക്ക് വീട് വലുതാക്കാൻ. ഇതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ കേട്ടോ, ഇത്രയും ഭാഗം ഇങ്ങനെ നമ്മൾ പുറകിൽ നിന്ന് കുറച്ച് വെട്ടി വലിച്ചിങ് എടുത്താൽ പുറകിലോട്ട് റൂം പിടിക്കാം. ഞാൻ ആ പ്ലാനിലായിരുന്നു ഇവിടെ കുറേ മണ്ണൊക്കെ ഇടിച്ച് മാറ്റിക്കൊണ്ടിരുന്നത്. ഇടയ്ക്കും മുട്ടിനൊക്കെ ആയിട്ടേ മണ്ണ് ഇവിടുന്ന് വലിച്ച് അപ്പുറം കൊണ്ട് ഇടുമായിരുന്നു, ഈ പിള്ളേർ കൂടിയില്ലെങ്കിലും. ഇങ്ങനെ വന്നാൽ മതിയേ. എന്നിട്ട് പുറകിലോട്ട് 2 റൂമും കൂടെ പിടിച്ചെടുത്താൽ നമുക്ക് ഇതിനകത്ത് തന്നെ താമസിക്കാം, ഒരു വിഷയമില്ല. ചില വഴിപ്രശ്നം മാത്രമേ ഉള്ളൂ, കാലക്രമേണ അത് മാറും. പക്ഷെ പറയുമ്പോൾ എളുപ്പമാണ്. ഒരു 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലൊരു പരിപാടി ഇതെല്ലാം ഇവിടെ എത്തിച്ച് 2 റൂം പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനൊരു കുറച്ചും കൂടെ പൊക്കം കൂട്ടണം, എന്നാലേ പറ്റുള്ളൂ. ഈ ഷീറ്റ് മാറി വേറെ ഷീറ്റ് ഇടണം, അപ്പോൾ ശരിയാവും. ഈ ബാത്റൂമിനുള്ള ടാങ്ക് ഞാൻ മേടിച്ചുകൊണ്ട് വെച്ചോ, ഇതൊക്കെ ഉപയോഗിച്ചാൽ മതി. ഇവിടെ വെള്ളം താന്നു പോകത്തില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ 3 സെപ്റ്റിക് ടാങ്ക് ഉണ്ടാക്കിയേ. ഇതിനടിയിൽ ഒരെണ്ണമുണ്ട് ഇവിടെ, അവിടെ ആയിട്ട് തട്ടി വീഴാൻ പോകും. ഇവിടെ ഇങ്ങനെയായിട്ട്. പിന്നെ വന്നിട്ട് ഇവിടെ ഒരെണ്ണമുണ്ട്. പിന്നെ ഇതാണ്ടേ ഇവിടെ ഒരു സെപ്റ്റിക് ടാങ്ക് ഉണ്ട്. അപ്പോൾ 3 എണ്ണം ആയില്ലേ. ആ 3 എണ്ണം അതെല്ലാം ഫില്ലായിരുന്നു, വലിയ ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പണി ചെയ്യാൻ വേണ്ടി സാധനം മേടിച്ചുകൊണ്ട് വെച്ചത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആശുപത്രി കയറി പിടിച്ചത്. പിന്നെ ഇവിടുന്ന് പോവുകയും ചെയ്തില്ലേ. പിന്നെ ഒരു പരിപാടി നടക്കാത്തൊരു അവസ്ഥയിലോട്ട് വന്നു. ഒരു 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ വീട് സെറ്റാക്കി എടുക്കാം. വെള്ളമുണ്ട് കിണറ്റിൽ, പോരാത്ത വെള്ളം മുകളിൽ നിന്ന് അവർ തരും. ഇതുണ്ട്, നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് നമുക്ക് ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് താമസിക്കാം. മിറ്റമെന്ന് പറഞ്ഞാൽ ഇതാ ഞാൻ പറഞ്ഞു, ഇവിടെ നമുക്ക് മുന്നോട്ട് കയറ്റിയെടുക്കാൻ പറ്റില്ല. ഇതൊക്കെ ഈ ഒരു ഇളന്തെണ്ണം ഉണ്ട് ഇവിടെ, ഇത് അമ്മ ഉണ്ടാക്കിയെടുത്താണ്. അമ്മയോട് ഒത്തിരി പണി ചെയ്യുമായിരുന്നു. ഇതെവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇന്ന് കട്ടയെല്ലാം കൂടെ ഇട്ട് കെട്ടി അമ്മ ഇവിടെ ഒരു നല്ല ഇളന്തെണ്ണ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തു. അമ്മയ്ക്ക് ഈ വേനൽക്കാലത്തൊക്കെ ഇങ്ങനെ ഇതിന് മുന്നിൽ ഒരു ഷീറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ മുകളിൽ ചോരുവേ ആ ഷീറ്റ്, അതുകൊണ്ട് മഴ പടുത ഇട്ടിരിക്കുക. കഴിഞ്ഞ ഞാൻ 3000 രൂപയുടെ പടുത മേടിച്ചുകൊണ്ട് കിട്ടാം. അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. ഇത് കപ്പളം നിൽക്കുന്നു, കപ്പളങ്ങ ഉണ്ടോ? ഇവിടെ വന്ന കപ്പളം അമ്മമാർ വെട്ടിക്കളഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്നു കപ്പളം, ഇതാണ് നിൽക്കുന്ന കപ്പളം. ഈട്ടിയുണ്ട്, ഒരു ഈട്ടി മരം. അത് അങ്ങനെയൊക്കെ നല്ല സ്വസ്ഥമായിട്ട് ഒതുങ്ങിയൊക്കെ ജീവിക്കാനാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഒരു പൂ നിൽക്കുന്നുണ്ടോ, ഇതെന്ത് പോയി. ചില സ്ഥലങ്ങളിൽ പോയി നമുക്ക് ഒരുപാട് കാണാൻ പറ്റുമേ. ഇത് ബോഗൺവില്ല നിൽക്കുന്നത്. ഇതാ പെങ്കൊച്ച് പറഞ്ഞു
എവിടെയോ അവൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഓരോ വീടുകളിൽ നിന്നൊക്കെ വർക്കിന് പോയ സമയത്ത് ഓരോ വീടുകളിൽ നിന്നൊക്കെ മേടിച്ച് ഈ കമ്പ് ഇവിടെ കൊണ്ടിട്ടാണ് അത് പിടിപ്പിച്ചേക്കുന്നത്. ഇതിനകത്ത് ഒരു ചെടി ഇവിടെ ഉണ്ട്, അമ്മ പിടിപ്പിച്ച ഒരു ചെടിയുണ്ട് കേട്ടോ. അത് അമ്മമാരുണ്ട് വെട്ടി. അല്ല അതല്ലല്ലോ, ഇവിടെ എങ്ങാണ്ടായിരുന്നു. ഇവിടെ ഒരു ചെടി ഉണ്ടായിരുന്നല്ലോ, നല്ലൊരു ബോഗൺവില്ല. നിങ്ങളുണ്ടോ അമ്മേനെ ഞാൻ ഇവിടെ നിർത്തിയാണ് കേട്ടോ ഫോട്ടോ അടിപ്പിച്ചേ. ഇവിടെ എല്ലാം പള്ളയായി. ഇപ്പോൾ ഇതിൻ്റെ പുറകിലൊക്കെ ഇതുണ്ടായിരുന്നേ. ഈ ഒരു മുരിക്കിൻ്റെ ചുവട്ട് നിർത്തിയാൽ അമ്മ പോയപ്പോൾ ഞാനൊരു ഫോട്ടോ ഇട്ടിട്ടില്ലേ, ആ ഫോട്ടോ ഞാൻ ഇവിടെ നിന്ന് എടുത്തതാണേ. അമ്മ അവിടെ നിന്ന് അപ്പോൾ പെണ്ണും ഉണ്ടായിരുന്നു. ഒരു പള്ളിയിൽ പോയി ഇറങ്ങി, പെണ്ണ് അവിടെ നിൽക്കുമായിരുന്നു. അവിടെ വെച്ച് വേറെ ഫോട്ടോ എടുത്തായിരുന്നു. അപ്പം അമ്മേനെ ഞാൻ ഒറ്റയ്ക്ക് നിർത്തി ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്തു. എനിക്കെന്തോ ഒന്ന് അങ്ങനെ തോന്നി, ഇത് നല്ലൊരു സിറ്റുവേഷൻ ആണല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എങ്ങനെയുണ്ടോ നോക്കി ആ ഫോട്ടോ, അത് കണ്ടില്ലായിരുന്നു, അടിപൊളി. ആ ഇവിടെ ഒരു പൂവൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ചട്ടിയൊക്കെ പോയി ഇവിടുന്ന്. ഇവിടെ ഒരു കല്ല് കുറച്ച് കട്ടയടിക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ആ കട്ടയുടെ അവിടെ ഇങ്ങനെ ആ ഫോട്ടോ കാണുമ്പോൾ അറിയാം. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ ഗ്രാമക്കാഴ്ചകളൊക്കെ ആയിട്ട് ലാസ്റ്റ് വീടിൻ്റെ അവിടെ വന്ന് നിർത്തുവാണേ. ഭംഗിയുള്ള മറ്റുള്ള ഏതെങ്കിലും ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് വരാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് നല്ല സങ്കടമൊക്കെ വരും. കണ്ടോ, ഈ മരം പോലെ തന്നെ കുലുങ്ങി. നമ്മളിവിടെ തട്ടിയൊന്നുമില്ലേ, മോളിൽ നിന്ന് ആ മരത്തിൽ നിന്ന് വെള്ളം താഴെ ചാടി കേട്ടോ. ആരോ പിടിച്ച് കുലുക്കിയ പോലെ സൗണ്ട് കേട്ടായിരുന്നു. ആ മരം ഞാൻ കാണിച്ചു തരാമേ. കേട്ടോ ഇത് അല്ല പക്ഷിയും വന്നിരിക്കാം. അവിടെ കപ്പളങ്ങ തിന്നാനായിട്ട് ആരസന്മാർ ആരാണ്ട് ഇരിപ്പുണ്ടായിരുന്നു. ഇത് അമ്മ വെച്ച് പിടിപ്പിച്ച ഈ ഒരു പൂമരം. ഇവിടെ ഒന്നുമില്ലായിരുന്നു. ഇതുണ്ടോ. അപ്പോൾ ഇതിപ്പോൾ തന്നെ കുലുങ്ങി കുറച്ച് വെള്ളം എൻ്റെ തലയിൽ കൂടെ വീണു. കുട കയ്യിലുള്ളതുകൊണ്ട് തലേ വീണില്ല കേട്ടോ. പേര, ചാമ്പ, പേര ഇവിടെ ഉണ്ടായിരുന്നേ, ചാമ്പ അതും ഉണ്ടായിരുന്നു. പിന്നെ അമ്മ ഈ ചാമ്പ അമ്മ പിടിപ്പിച്ച ഈ കാണുന്നത് ഇതുണ്ടോ. പിന്നെ ഈ ഒരു പൂമരം ഇതും അമ്മ കൊണ്ടുവച്ച് പിടിപ്പിച്ച നല്ല മഞ്ഞ പൂ വരുവേ. കൊടുത്താൽ മിറ്റം നിറച്ച് നമ്മുടെ താമസം വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ ഇവിടെ നിന്നൊക്കെ റീലൊക്കെ ഇടുന്നത്. ഈ മിറ്റം നിറച്ചുണ്ടാവും മഞ്ഞപ്പൂവ്. നല്ല രസമായിരുന്നു കാണാൻ. ഞാൻ താക്കോലെടുത്ത് തോന്നുന്നില്ല, അങ്ങനെ ഒരു പറ്റ് പറ്റി, അല്ല പിറക്കാത്ത കയറായിരുന്നു. താക്കോല് വീട്ടിലായിപ്പോയി, അത് ഞാൻ പേഴ്സി വെക്കുന്നതായിരുന്നു. ഇതൊക്കെയാണ് കേട്ടോ. ബോറടിക്കുന്നുണ്ടോ കണ്ടിട്ട്? ഇനിയിപ്പോൾ നമുക്ക് മുകളിലോട്ട് കയറി പോവാമല്ലേ. എന്നാലും അവന്മാരെന്തിനും ഇതിവിടെ ഇങ്ങനെ വെട്ടിയിട്ടെന്ന് എനിക്ക് മനസ്സിലായി. അവന്മാരോട് വിളിച്ചു വെക്കണം, അവരാണോ വെട്ടിയത്? ഇനി അപ്പുറത്തെ അവന്മാർ വെട്ടി, ഈ കമ്പ് അവിടെ നിന്നുണ്ടോ വെട്ടിയേക്കുന്നത്? അവരല്ലെങ്കിൽ അവന്മാരോട് പറഞ്ഞാൽ അത് വിഷയമാവും, അവന്മാർ കലിപ്പാവും. ഇവിടെ വാവ് വെച്ച് പിടിപ്പിച്ചു ഇവിടെ ഇങ്ങനെ ആർച്ച് പോലെ ഒരു ഇത്. എന്നിട്ട് അതേ കൂടെ ചെടി ഉണ്ടായിരുന്നു കുറേ. എന്നാൽ നമുക്ക് നല്ല വഴിയിലോട്ട് കയറാം കേട്ടോ. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ വർക്കിനൊക്കെ പോയിട്ട് വന്നാൽ അന്നേരം വീട്ടിൽ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ഈ പുറകിൽ ഇടിയോ എന്നുള്ളതായിരുന്നു എനിക്ക് പേടി. അത് നോക്കാൻ വേണ്ടി വന്നാൽ ഞാനേ. അപ്പോൾ നല്ല വഴിക്കോട്ട് കയറി പോവാവേ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒരു ഹൈപ്പൊക്കെ ചെയ്യുക. നമുക്ക് എപ്പോഴേലൊക്കെ വീട് പണിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പണിയാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഈ വഴിയൊക്കെ തെളിച്ച് റെഡിയായ മെമ്പർ അതിന് സഹായിക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു വഴിക്കൊക്കെ. പഞ്ചായത്തിൽ നിന്നൊരു വീട് ഇടുന്നവരെ എനിക്ക് അറിയത്തില്ല കേട്ടോ. അന്ന് നമ്മൾ കാണിച്ചപ്പോൾ ആരാണ്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. എല്ലാം കൂടെ ഒരു പറഞ്ഞില്ല 4-5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നടക്കും. കൂടുതലും കിട്ടുമായിരുന്നു, ചെയ്യുമായിരുന്നു. അപ്പോൾ പിന്നെ കാണാം.